സ്വകാര്യ ബസ് ഉടമകൾ പ്രഖ്യാപിച്ച സൂചനാ പണിമുടക്ക് ജനജീവിതം താറുമാറാക്കി തൊഴിലാളികളും വിദ്യാർത്ഥികളും സാധാരണക്കാരിൽ പലരും വലഞ്ഞു. സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും ഹാജർ നില കുറഞ്ഞു. ബുധനാഴ്ചത്തെ പൊതുപണിമുടക്കും വെല്ലുവിളിയാകും. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്ക് നടത്തുന്നത്. പാലക്കാട് ജില്ലയിൽ പൊതുവെ റോഡുകളിൽ സ്വകാര്യ വാഹനങ്ങളുടെ തിരക്ക് അനുഭവപ്പെട്ടു. കാറുകളും ഇരുചക്ര വാഹനങ്ങളും കൂടുതലായി ഓടി. ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്നതും സ്പീഡ് ഗവർണർ, GPS ക്യാമറ എന്നിവയിലും സ്വകാര്യ ബസ് ഉടമകൾ എതിർപ്പറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് കമ്മീഷണർ ബസ് ഉടമ പ്രതിനിധികളുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനത്തിലെത്തിയിരുന്നില്ല. പിന്നീട് അറിയിക്കാമെന്നാണ് കമ്മീഷണർ ഉടമകളോട് പറഞ്ഞത്. മന്ത്രി ഇടപെട്ട് പരിഹാരം വേണമെന്നാണ് ഉടമകളുടെ ആവശ്യം. 30,000 സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് കോവിഡിന് ശേഷം സ്വകാര്യ ബസ്സുകളുടെ എണ്ണം 12,000-ആയി കുറഞ്ഞെന്നും നഷ്ടം സഹിച്ച് ഇനിയും മുന്നോട്ടു പോകാനാകില്ലെന്നുമാണ് ബസ് കോർഡിനേഷൻ കമ്മിറ്റി സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. ഇനിയും വിദ്യാർത്ഥികളുടെ ₹1 നിരക്കുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് ബസ് ഉടമ സംഘം നേതാവ് ടി ഗോപിനാഥ് UTVയോട് പറഞ്ഞു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ ഇന്ന് സൂചനയായി സർവീസ് നിർത്തിവെക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി സംസ്ഥാന സർക്കാരിന് മുമ്പിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കും ഞങ്ങളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകുക തുടങ്ങിയിട്ടുള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ, സ്വകാര്യ ബസ്സുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് PCC വേണം, സ്വകാര്യ ബസ് ഉടമകളെ ഈ ചലാൻ വഴി ഭീമമായ പിഴ ഈടാക്കുന്ന നടപടി, ഈ നടപടികൾക്കെതിരെ ഞങ്ങൾ വളരെ കാലങ്ങളായിട്ട് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പിന് മുന്നിലും സർക്കാരിന് മുമ്പിലും പലതവണ പല നിവേദനങ്ങളും കൊടുത്തിട്ടും ഒരു നടപടിയും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇന്ന് ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് പോകാൻ നിർബന്ധിതരായത്. ഈ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ₹1 സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികളെ കയറ്റിക്കൊണ്ടു പോകണമെന്നാണ് പറയുന്നത്. ഇന്ന് ₹1 വിദ്യാർത്ഥികൾക്ക് എന്ത് സാധനമാണ് അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് എന്ത് സാധനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിദ്യാർത്ഥികളൊന്ന് പരിശോധിക്കുന്നുണ്ട്. അവരുടെ ഫീസുകൾ വർദ്ധിപ്പിച്ചു, അവരുടെ പരീക്ഷ ഫീസുകൾ വർദ്ധിപ്പിച്ചു. ഈ നാട്ടിലെ നമ്മുടെ വെള്ളത്തിൻ്റെ വില, കറണ്ടിൻ്റെ വില, ഇതുമായി ബന്ധപ്പെട്ട് നിത്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ മേഖലകളിലും ഭീമമായ വിലകൾ വർദ്ധിച്ചിട്ടും 13 വർഷം മുമ്പ് നിശ്ചയിച്ച അതേ ₹1 തന്നെ കൊടുത്ത് ബസ്സുകളിൽ വിദ്യാർത്ഥികളെ കയറ്റി കൊണ്ടുപോകുന്ന ഈ നടപടിക്കെതിരെയാണ് ഞങ്ങൾ ഇന്നത്തെ പ്രതിഷേധം. ഞങ്ങൾ സത്യത്തിൽ ഇന്നിങ്ങനെ ഞങ്ങൾ യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള സമരത്തിനൊന്നും ഞങ്ങൾ ആലോചിച്ചിരുന്നില്ല. പക്ഷേ ഞങ്ങളെ ഈ സമരത്തിലേക്ക് ഗവൺമെൻറ് തള്ളിവിട്ടാണ് ഇന്നലെ നടന്ന ഒരു ചർച്ച നടക്കുകയുണ്ടായി. ആ ചർച്ചയിൽ ട്രാൻസ്പോർട്ട് കമ്മീഷനാണ് ചർച്ചയിൽ പങ്കെടുത്ത്. ട്രാൻസ്പോർട്ട് കമ്മീഷൻ പറഞ്ഞ കാര്യം ഇതിനൊക്കെ പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടാവേണ്ടതാണ്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം ഉണ്ടാവണം. എനിക്ക് സർക്കാരിൽ നിങ്ങളുടെ വിവരങ്ങൾ സർക്കാരിനോട് പറയാം, ഒരാഴ്ച നിങ്ങൾ ക്ഷമിക്കണം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഭാഗ്യവശാൽ ഞങ്ങൾക്കതിന് കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം ഞങ്ങളുടെ ഒരു വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇന്നിപ്പം ഈ വിഷയം തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷനെങ്കിലും ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഞങ്ങൾ ബസ്സുകൾ നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിലല്ലാതെ ഞങ്ങളുടെ ഒരു വിഷയങ്ങളും സർക്കാർ ചർച്ച ചെയ്യാറില്ല. ഈ വരുന്ന 22 മുതൽ ഞങ്ങൾ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാനാണ് തീരുമാനിച്ച് ഒരു ദിവസം പോലും ഈ സ്വകാര്യ ബസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു പരിസ്ഥിതി നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഞങ്ങളുടെ കാര്യത്തിൽ നടപടിയിലാക്കി തന്നില്ലെങ്കിൽ ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനമായ സ്വകാര്യ ബസ്സുകൾ എന്നേക്കുമായി നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലാതാവുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. കൺസെഷൻ കാർഡ് ഹാജരാക്കാത്തതിനാൽ വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും തമ്മിൽ പലപ്പോഴും തർക്കമുണ്ടാകുന്നുണ്ടെന്ന് ജീവനക്കാരും പറയുന്നു. CT-ആയിട്ട് ബന്ധപ്പെട്ട് അനധികൃതമായിട്ട്, അതായത് ചിറ്റൂർ വീടുള്ള ഒരു വിദ്യാർത്ഥി, ചിറ്റൂർ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പാലക്കാട്ടേക്ക് യാത്ര ചെയ്യുന്നതിന് CT കൊടുക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ ചോദിച്ചാൽ കണ്ടക്ടർ തെറ്റുകാരനാണ്, ചോദിക്കാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിൻ്റെ കാർഡ് ചോദിക്കുന്നതന്നെ തെറ്റാണ് എന്നുള്ള ഒരു മനോഭാവമാണ് വിദ്യാർത്ഥികൾക്ക്. ഈ കാർഡ് വെച്ചിട്ട് എവിടേക്ക് യാത്ര ചെയ്യാം എന്ന് വിദ്യാർത്ഥികൾക്ക് ഒരു ധാരണയില്ല. യൂണിഫോം ഇട്ടിട്ട് ഒരു കുട്ടികൾ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഈ സ്കൂളുകളിൽ തന്നെ ഒരു ചെറിയൊരു ക്ലാസ് അവർക്ക് ഇതിനെക്കുറിച്ചിട്ട് ഒരു ബോധവൽക്കരണം അവർക്ക് കൊടുക്കണം. ആദ്യം വിദ്യാർത്ഥികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിലേക്ക് പോയാൽ അവർ കുട്ടികളല്ലേ എന്നുള്ളതാണ് പോലീസുകാരെയും അതിന് RDO ഓഫീസിൽ പോയാലും അവർക്കും പറയാനുള്ളത്. അവർ കുട്ടികളല്ലേ, അവർ യാത്ര ചെയ്യട്ടെ എന്നാണ്. ഇതിനപ്പം ഒരു നിയമമുണ്ട്, അത് കറക്റ്റായിട്ട് RDO നമുക്ക് തന്നിട്ടുണ്ട്. ആ നിയമം പാലിച്ചിട്ട് ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ബുധനാഴ്ച സംയുക്ത ട്രേഡ് യൂണിയനുകൾ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതിനാൽ 2 ദിവസവും സാധാരണക്കാരും തൊഴിലാളികളും വലയും. സമരം അവരുടെ ആവശ്യത്തിൽ അവർ സമരം പിടിക്കുന്നു. സമരമില്ലാത്ത ഏതൊരു ഇതിലുള്ള ഉള്ളത് ഇപ്പോൾ എല്ലാവരും സമരം തന്നെയല്ലേ. ഇപ്പോൾ അവർക്ക് അവരുടെ കാര്യം നടക്കാൻ ഒരു സമരം പിടിക്കണ്ടേ, പിടിച്ചോട്ടെ.
ഞാൻ മലമ്പുഴയ്ക്ക്. ബസ്സില്ലല്ലോ എന്തായാലും. ഏതെങ്കിലും വരും കെ എസ് ആർ ടി ഏതെങ്കിലും വരും. ഞാൻ ഇവിടെ സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരികയാണ്. ഇവിടെ ജ്വല്ലറിയിൽ വീട്ടിക്ക് വണ്ടിത്താളം നന്യൂടെന്ന് പറയും. ബസ്സില്ല. ഇനി എങ്ങനെയെങ്കിലും എത്തണമല്ലോ. നാളെ ഡ്യൂട്ടിക്ക് എത്തണം. അതാ ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായി. അതെ, KSRTC ബസ് നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ കോഡ് റദ്ദാക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ട്രേഡ് യൂണിയനുകൾ ഉന്നയിക്കുന്നത്. KSRTC ബസ്സുകൾ സർവീസ് നടത്തിയെങ്കിലും യാത്രക്കാർ പൊതുവെ കുറവായാണ് കാണപ്പെട്ടത്. UTV ന്യൂസ്, പാലക്കാട്.